കണ്ടവന്റെ കൊച്ചിന്റെ തന്തയാകാൻ നടക്കുന്നവരാണ് പെന്തക്കോസ്തുകാരെന്ന് ഞാൻ അടിക്കടി എടുത്തെടുത്ത് പറയാറുണ്ട്. അതിന്റെ ഒരു തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആറാം ഘട്ട വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ വി എസ് ജോയി 7788 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത സമയങ്ങളിലായി പെന്തക്കോസ്ത് പാസ്റ്റേഴ്സും പല പെന്തക്കോസ്ത് പ്രമുഖ നേതാക്കന്മാരും ആഗ്രഹിച്ചതുപോലെ ആവശ്യപ്പെട്ടതുപോലെ കേരള നിയമസഭയിൽ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസമുള്ള ഒരാളുണ്ടായിരിക്കും. എന്താ അല്ലേ, ആ ഒരു സന്തോഷം കണ്ടില്ലേ, മുഖത്തെ ആ ഒരു പ്രസരിപ്പ് കണ്ടില്ലേ? പെന്തക്കോസ്ത് ദൈവത്തിന്റെ ഒരു പെവറെ. ഇതിനെക്കുറിച്ച് നമ്മുടെ ജയിച്ച MLA ക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. തീർച്ചയായും വലിയൊരു വിജയമാണ്, ആവേശകരമായ വിജയമാണ്, തങ്കത്തിളക്കമുള്ള ഒരു വിജയമാണ് തവനൂരിലുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അന്ന് സ്ഥാനാർത്ഥിയായ സമയത്ത് ആദ്യം അനുഗ്രഹം തേടിയെത്തിയത് പാണക്കാട് തറവാട്ടിലായിരുന്നു. കെട്ടിവെക്കാനുള്ള കാശും തങ്ങളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. തങ്ങൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തന്നിരുന്നു. തങ്ങൾ തന്നെ ലീഗിൻ്റെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിലല്ല 28 സീറ്റിലാണ് മത്സരിക്കുന്നത്. 28ാമത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജോയി എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ളൊരു പരിഗണന എനിക്ക് നൽകി ചേർത്ത് പിടിച്ചു. ആ ഒരു ആവേശകരമായ അദ്ദേഹത്തിൻ്റെ നിലപാട് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ സഹപ്രവർത്തകർ ഏറ്റെടുത്തു. ബാബാജിക്ക് പോലുള്ള, ഇബ്രാഹിം പോലുള്ള, നമ്മുടെ അബ്ദുള്ള കുട്ടിയാക്ക, ഹൈദരാലിക്ക എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചു. ടീം UDFI നിന്ന് പ്രവർത്തിച്ചു. വലിയൊരു വിജയം. പുള്ളിക്കാരൻ ആദ്യം അനുഗ്രഹം വാങ്ങിക്കാൻ പോയതും നന്ദി പറയാൻ പോയതും എല്ലാം ഇക്കാക്കമാരുടെ അടുത്ത്. പക്ഷേ ഫിന്നിച്ചായന് മാത്രം VS ജോയി പെന്തോ MLA ആണ്. ഇതിലും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS ജോയി എന്ന് പറയുന്ന വ്യക്തി TPM പെന്തക്കോസ്തിലെ TPM സഭാ വിശ്വാസിയാണ്. TPM സഭയെക്കുറിച്ച് ഫിന്നിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതും നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ IPC, അസംബ്ലീസ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, എല്ലാ മുഖ്യധാര സമൂഹവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. TPM സമൂഹം എല്ലാ കാലഘട്ടത്തിലും ഈ പറഞ്ഞ ബാക്കിയുള്ള പെന്റിക്കോസ്റ്റൽ സമൂഹവുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു അകലം പാലിച്ചു പോയതുകൊണ്ട്, അവർ തന്നെ അങ്ങനെ ഒരു സെപ്പറേഷൻ വിശ്വസിക്കുന്നത് കൊണ്ട്, അവർ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് നമ്മളും നമ്മുടെ കൂട്ടത്തിൽ മുഖ്യധാര സഭകളുടെ കൂട്ടത്തിൽ TPMനെ ഇന്നുവരെ എണ്ണിയിട്ടില്ല. ഇത് അരുണിന് അറിയാത്ത കാര്യമൊന്നുമല്ല. അതായത് TPM ഈ പറഞ്ഞ മെയിൻ സ്ട്രീം പെന്റിക്കോസ്റ്റൽ സഭകളുടെ കൂട്ടത്തിലല്ലെന്ന് അരുണിന് അറിയാത്ത കാര്യമൊന്നുമില്ല. ഒരു ലേശം, ഒരു തരിക്കുളുപ്പൊക്കെ വേണ്ടേ ഫിന്നി? ഒരു തരിക്ക് ഇനിയെങ്കിലും കണ്ടവന്റെ കൊച്ചിന്റെ തന്തയാകുന്ന ഈ നാണം കെട്ട പരിപാടി, അവസരത്തിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് നാണമില്ലാതെ നിൽക്കുന്ന ഈ വൃത്തികെട്ട പരിപാടി അവസാനിപ്പിക്കുക.